إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന പ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എപ്പോഴും എവിടെയും ഏത് സമയത്തും സദാ വെച്ചു പുലർത്തണമെന്ന് ഉണർത്തുകയാണ്. നമ്മളോടൊന്നും സമ്മതം ചോദിക്കാതെ ഏത് റബ്ബിന്റെ കീഴിൽ ഏത് സ്ഥലത്ത് ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ നാം ജനിക്കണം എന്നത് നമ്മളോട് ആരും സമ്മതം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ നമ്മളോട് ഒരു തരത്തിലും സമ്മതം ചോദിക്കാതെ ആയിരിക്കും ഏതവസ്ഥയിൽ ഏത് സ്ഥലത്ത് ഏത് ആശുപത്രിയിൽ ഏത് രീതിയിൽ നാം മരിക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നോട്ടുള്ള സമയങ്ങൾ, ആ സമയങ്ങൾ നമ്മൾ കൃത്യമായി ജാഗ്രതയോട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മോട് ആരും സമ്മതം ചോദിച്ചില്ല റമദാൻ ഇങ്ങോട്ട് വരുമ്പോൾ റമദാൻ വരട്ടെ എന്ന് ചോദിച്ചില്ല. കാലത്തിന്റെ ചക്രത്തിന്റെ അടിയിൽ റമദാൻ അങ്ങ് കടന്നു വന്നു. കഴിഞ്ഞ റമദാൻ പെട്ടെന്നായിരുന്നു കഴിഞ്ഞു പോയത്. ഈ റമദാൻ പെട്ടെന്ന് വരികയും ചെയ്തു. റമദാൻ വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവൻ ഒരു സംവിധാനം, ആ സംവിധാനം എപ്പോഴാണ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് അതുവരെ റമദാൻ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എത്ര പേര് ഏതൊക്കെ റമദാനിൽ ഇനി ഉണ്ടാകും നമുക്ക് പറയാൻ സാധ്യമല്ല. അടുത്ത റമദാനിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ നമുക്കറിയില്ല. ധാരാളം റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് അവന്റെ ഇഷ്ടം തേടുന്ന ദാസന്മാരായി നമ്മൾ ഓരോരുത്തരെയും മാറ്റി നിർത്തുകയും ചെയ്യുമാറാവട്ടെ. പറയുന്നത് അതല്ല, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കാറുണ്ട്. നമുക്ക് കാണാൻ കണ്ണുകളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ആ അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാകാത്തത്? ആ കണ്ണ് യഥാർത്ഥ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. കേൾക്കാൻ ചെവികളുണ്ട്, സംസാരിക്കാൻ നാവും ചുണ്ടുകളുണ്ട്, ശ്വസിക്കാനും മണക്കാനും മൂക്കുണ്ട്, സ്പർശിക്കാൻ തൊലിയുണ്ട്, പിടിക്കാൻ കൈകളുണ്ട്, നടക്കാൻ കാലുകളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. കൂടാതെ ശ്വസന വ്യവസ്ഥയുണ്ട്, നാഡീ വ്യവസ്ഥയുണ്ട്, ദഹന വ്യവസ്ഥകളുണ്ട്, ചംക്രമണ വ്യവസ്ഥകളുണ്ട്, പേശി വ്യവസ്ഥകളുണ്ട്, അസ്ഥി വ്യവസ്ഥകളുണ്ട്, പ്രത്യുൽപാദന വ്യവസ്ഥകളുണ്ട്, മൂത്രവ്യവസ്ഥയുണ്ട്, അന്തസ്രാവ വ്യവസ്ഥകളുണ്ട്. അങ്ങനെയുള്ള 9 ആന്തരികമായ അവസ്ഥകളുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ നേരിട്ടാൽ നമ്മൾ നേരെ ഡോക്ടറത്തേക്ക് പോകും. കൂടാതെ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി നമ്മുടെ മുഖത്തൊക്കെ ഒരുതരം അഴകുണ്ട്. കണ്ണാടി നോക്കുമ്പോൾ ഞാൻ തിരക്കേടില്ല എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുമാർ ഒരു മേനി അഴകുണ്ട്. അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകും.
ആരോഗ്യം, മനസ്സ്, ബുദ്ധിശക്തി, ചിന്താശേഷി, വിവേചന വൈഭവം, സംസാരശേഷി, രചനാപാഠവും, കായികക്ഷമത എന്നിങ്ങനെയുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ പേറി നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ശാരീരികേതരമായുള്ള മറ്റനുഗ്രഹങ്ങളുടെ നീണ്ട നിരനിരയുണ്ട്. ശ്വസിക്കാൻ വായു, കുടിക്കാനും കുളിക്കാനും കൃഷിക്കും നനക്കാനും എമ്പാട് ആവശ്യങ്ങൾക്ക് വെള്ളമുണ്ട്. തിന്നാൻ വൈവിധ്യമാർന്ന ധാന്യങ്ങളുണ്ട്, കായ്ക്കനികളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, മത്സ്യമാംസാദികളുണ്ട്, പാല്, തേനി, മുട്ട. അങ്ങനെ നഗ്നത മറക്കുന്നതിനും അലങ്കാരമായും കാലാവസ്ഥയുടെ പ്രാതികൂല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഡ്രസ്സുകളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, വീടുകളുണ്ട്, ചികിത്സയ്ക്ക് മരുന്ന്, കിണചേരുന്നതിനിടയുണ്ട്, സന്താനങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, കുടുംബമുണ്ട്, സമുദായമുണ്ട്, സമൂഹമുണ്ട്. ഇവിടെയൊക്കെയും നടത്തിപ്പിന് അനിവാര്യമായ കാർഷിക കാലി, നാണവസ്തുക്കൾ, സമ്പത്തുകളും ഒക്കെയും സർവോപരി നമ്മുടെയൊക്കെയും ഓരോ സെക്കൻഡുകളും പല രൂപത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹുവ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതെന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാത്തത്? അത് നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ എന്തൊരു അനുഗ്രഹം ആസ്വദിക്കുന്നുണ്ടോ അതൊക്കെയും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഏത് അനുഗ്രഹങ്ങൾ, ഇങ്ങനെ ഇരിക്കാനുള്ള കഴിവ്, നിലത്താകട്ടെ, കസേരയിലാകട്ടെ, നടക്കാനുള്ള കഴിവ് ഒക്കെയും നമ്മൾ ആസ്വദിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് അതൊക്കെയും അല്ലാഹുവിൽ നിന്നാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എങ്ങാനും നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബി ഇല്ലല്ലാഹു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ, അവന്റെ കാരുണ്യത്തെ പറ്റി ആരാണ് നിരാശപ്പെടുക? വഴി പിടിച്ചവരല്ലാതെ. ഒന്ന് കടന്നിട്ട് എണീക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. കടന്നെടുത്ത് സംസാരിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ ആർക്കാണ് നിഷേധിക്കാൻ വേണ്ടി പറ്റിയ? വഴി പിടിച്ചവർക്കല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ചോദിച്ച ചോദ്യമാണ്. സഹോദരന്മാർ, അതുകൊണ്ട് റമദാൻ മാസം കടന്നു വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും വമൻ കാന മരീദൻ വലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഈ മാസമാണ് റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് പറയാണ്. അത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്, ജനങ്ങൾക്കുള്ള ബയ്യനത്താണ്, തെളിവുകളാണ്, ജനങ്ങൾക്കുള്ള നേർമാർഗം പറഞ്ഞു കൊടുക്കുന്ന സംഗതിയാണ്, സത്യാസത്യം വിവേചിക്കുന്ന വിവേചനമാണ്. ആരെങ്കിലും ആ മാസത്തിൽ പ്രവേശിച്ചാൽ അവർ നോമ്പ് നോൽക്കട്ടെ. ഇനി രോഗിയായി നോമ്പ് നോക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ യാത്രയില്ല, മറ്റൊരു ദിവസം നോറ്റ് നോട്ടോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമാണ് ഉദ്ദേശിക്കുന്നേയില്ല. പക്ഷെ എണ്ണം പൂർത്തിയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ഹിദായത്തിന്റെ സന്മാർഗമുണ്ട്. ആ സന്മാർഗത്തിനെ അവനെ നിങ്ങൾ പ്രകീർത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് അടിസ്ഥാന വിഷയം. നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആസ്വദിക്കുന്ന, അനുഭവിച്ചറിയുന്ന പല അനുഗ്രഹങ്ങളുണ്ട്, നമുക്കറിയില്ല. പക്ഷേ ആ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മാസം നമ്മളിലേക്ക് അവൻ സന്നിവേശിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനം എന്താണ്? അത് ഹിദായത്താണ്, ഈമാനാണ്. അതുകൊണ്ടാണല്ലോ അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നെയും നിങ്ങളെയും മുസ്ലിമാക്കിയത്. നമുക്കതിൽ യാതൊരു പങ്കുമില്ല. അവനെങ്ങാനും ഈ വഴിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ
എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കണ്ണുകൊണ്ട് കാണാത്ത, അതുപോലെ തന്നെ കണ്ണുകൊണ്ട് കാണുന്ന സകല വസ്തുക്കളെയും ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തെന്നിമാറി പോകുമായിരുന്നു. അതുകൊണ്ട് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉത്തമമായ അനുഗ്രഹമാണ്. നമ്മൾ മുസ്ലിമായി ജീവിപ്പിച്ചു എന്നത് തന്നെ. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ വഴിയിലേക്ക് നമ്മെ നയിച്ചു. അതും വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും, ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ആ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് റമദാൻ മാസം പ്രവേശിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, മറ്റൊരു കാര്യം എന്താണ്? റമദാനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സൂറത്തുൽ ബഖറയിലെ 28-ാമത്തെ പേജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറയുന്നുണ്ട്. റമദാനെ പറ്റിയാണ് പറയുന്നത്. അതിങ്ങനെ പറഞ്ഞു വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ ലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ വലല്ലദീന യുതീഖുനഹു ഫിദിയത്തു തആമി മിസ്കീൻ ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു വഅൻ തസൂമു ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾക്ക് നോമ്പ് നോക്കലാണ് ഉത്തമം. ഇനി നോമ്പ് നോക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഫിദിയ കൊടുക്കാം. അങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൊണ്ടുവന്ന ഒരു ആയത്തുണ്ട്. അതേതാണ്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളോട് എന്നെ പറ്റി എന്റെ അടിമ താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, അന്നി ഫഇന്നി ഖരീബ്, ഞാൻ സമീപത്ത് തന്നെയുണ്ട്, അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ, വിളിച്ചു തേടുന്നവൻ വിളിച്ചു തേടുമ്പോൾ, ചോദിക്കുന്നവൻ ചോദിക്കുമ്പോൾ, ആവശ്യപ്പെടുന്നവൻ ആവശ്യപ്പെടുമ്പോൾ നാം ഉത്തരം കൊടുക്കുന്നതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്റെ ആഹ്വാനം അവർ സ്വീകരിച്ചു കൊള്ളട്ടെ, എന്റെ ആഹ്വാനം അവർ സ്വീകരിച്ചു കൊള്ളട്ടെ. എന്നെക്കൊള്ളേ അവർ വിശ്വസിച്ചു കൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. അല്ലാഹുവിന്റെ പുറമെ പ്രാർത്ഥന കേൾക്കുവാനോ ആ രൂപത്തിലുള്ള ഏതെങ്കിലും സഹായം കേൾക്കുവാനോ ഒരു മഖ്ലൂക്കിനും കഴിയുകയില്ല. ഒരു തരത്തിലുള്ള ശക്തിക്കും കഴിയില്ല, സാധ്യമല്ല എന്ന ദൃഢമായ വിശ്വാസം എന്നെക്കൊള്ളെ അവർ വിശ്വസിച്ചു കൊള്ളട്ടെ. അവർ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ പറ്റി പോലും പറയുമ്പോൾ അവിടെ കൊണ്ടുവരുന്ന ആയത്ത് എന്താണ്? തൗഹീദിന്റെ ആയത്താണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ ആയത്താണ്, ഈമാനിന്റെ ആയത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ. ഒരാൾ ഈമാനോട് കൂടി നോമ്പ് നോറ്റു, ഇഹ്തിസാബോട് കൂടി നോമ്പ് നോറ്റു, പ്രതിഫലിച്ചോട് കൂടി നോമ്പ് നോറ്റു. യാന്ത്രികമായ നോമ്പല്ല, ഈമാനോട് കൂടി നോമ്പ് നോറ്റാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ ഒന്നടങ്കം പുറത്തു കൊടുക്കും. ഈമാനോട് കൂടി ആയിരിക്കണം നോമ്പ്, ഇഹ്തിസാബോട് കൂടി, പ്രതിഫലിച്ചോട് കൂടി ആയിരിക്കണം നോമ്പ്. ഒരാൾ റമളാനിൽ നിന്ന് നിസ്കരിച്ചു, എങ്ങനെ? ഈമാനോട് കൂടി, ഇഹ്തിസാബോട് കൂടി. അയാളുടെ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ലൈലത്തുൽ ഖദ്രിൽ ഈമാനോട് കൂടി ഇഹ്തിസാബോട് കൂടി ആ രൂപത്തിൽ പ്രവർത്തിച്ചു, നിന്ന് നിസ്കരിച്ചു എങ്കിൽ അയാളുടെ കഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കും. ഇവിടെ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എന്താ? അത് ഈമാനാണ്, ഈമാനാണ്. സഹോദരന്മാരെ, നമ്മളൊക്കെ നോമ്പിലാണ്. പക്ഷെ നമ്മുടെ തൗഹീദ് ശരിയില്ലെങ്കിൽ, നമ്മുടെ ഈമാൻ ശരിയില്ലെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ശരിയില്ലെങ്കിൽ, പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ചുള്ള വിശ്വാസവും അതുപോലുള്ള നടപടിക്രമങ്ങളും ശരിയല്ലെങ്കിൽ അതൊക്കെയും ഫലശൂന്യമായി പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അന്നാസ ബിൽ വായിലിൻ നസർ ബിൽ ജാഹിലിയ അൻ യൻഹറമിയത ബുദന. വാസിൽ ആസിൽ വായിൽ എന്ന വ്യക്തി ജാഹിലിയ കാലഘട്ടത്തിൽ 100 ഒട്ടകത്തെ നേർച്ചയാക്കി. ആർക്ക് വേണ്ടിയ നേർച്ച? അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്. വനിശാബ് ഇബ്നു ആസ്, ഇശാബ് ഇബ്നു ആസ് അയാൾ 50 ഒട്ടകത്തെ നേർച്ചയാക്കി.
ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ എന്ത് സ്വീകരിക്കുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ അബൂക ഫലൂ കാന അഖറ ബിത്തൗഹീദ്. നിന്റെ പിതാവ് തൗഹീദ് അംഗീകരിച്ചിരുന്നെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് യഥാർത്ഥത്തിൽ അംഗീകരിച്ചിരുന്നെങ്കിൽ, അതിന് യാതൊരു രൂപത്തിലും മായം ചേർക്കാത്ത വ്യക്തിയാണ് താങ്കളുടെ പിതാവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി നോമ്പ് നോറ്റാലും അദ്ദേഹത്തിന് വേണ്ടി സദഖ ചെയ്താലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് ചില്ലറ വിഷയമല്ല. ആ ഈമാൻ ശരിയാക്കുക എന്നതാണ് അടിസ്ഥാനപരമായ നമ്മുടെ മുന്നിലുള്ള വിഷയം എന്നതാണ്. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറയുന്നില്ലേ, യഅലമു മാ ഫിസ് സമാവാതി വൽ അർളി വയഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ. അതേ, നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു. നമ്മൾ ഗോപ്യമാക്കുന്നതും നമ്മുടെ മനസ്സിൽ നിഗൂഢമായി കൊണ്ടു നടക്കുന്നതും അതൊക്കെയും അവൻ അറിയുന്നു. വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ. ഹൃദയങ്ങളുടെ അന്തരാളങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാനാണ്. വഅലമു, അറിയണം, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂ. നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലാഹു അറിയുന്നുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അവനെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യണം, അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടോ, ആരെക്കുറിച്ചുള്ള പാപങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും കോപങ്ങളും വെറുപ്പുകളും വിദ്വേഷങ്ങളും എന്തൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ, ആരെങ്കിലും പറ്റിക്കണം എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട്, എവിടേക്കുള്ള അമിതമായ ലാഭം നമ്മുടെ മനസ്സിലുണ്ടോ, എന്താണ് അതനുസൃതമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കുന്നെങ്കിൽ അല്ലാഹുവിനെ അറിയുന്ന രൂപത്തിൽ അറിയാതെ പോയി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അറിയണം, ഫഹ്ദറൂ, അത് പ്രകാരം നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. യഅലമു ഖായിനത്തുൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കണ്ണുനോട്ടം പോലും വ്യക്തമായിട്ട് അറിയുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഭാര്യയുമായിട്ട് ഒന്നിച്ച് നടക്കുക, അല്ലെങ്കിൽ ഭർത്താവുമായി ഒന്നിച്ച് നടക്കുക, അരികെ വരുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ കണ്ടുവെട്ടിച്ച് നോക്കി ആ നോട്ടം ആരറിയുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ആ കണ്ണിന്റെ നോട്ടം പോലും അറിയാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവിൽ വിശ്വസിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണം. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്, എന്തൊക്കെ വൃത്തികേടുകൾ കാണുന്നുണ്ട്, ആ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നുള്ള അറിവുണ്ടായിരിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ. തീർച്ചയായും നമ്മുടെ മനസ്സിൽ നിഗൂഢമായി വെച്ചിരിക്കുന്ന എന്തൊക്കെ രഹസ്യങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന ദൃഢമായ അറിവ്, ആ ഈമാനിലൂടെയായിരിക്കണം റമദാൻ നമ്മളിലേക്ക് കടന്നു പോകേണ്ടത്. സഹോദരന്മാരെ, തീർന്നില്ല. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് ഇതാ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളായി ജീവിക്കാൻ വേണ്ടി, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടി, അവനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി. അതെങ്ങനെയാണ് റമദാനിലൂടെ അല്ലാഹുവിന്റെ ഭയം നമുക്ക് കിട്ടുന്നത്? കഴിഞ്ഞ ഖുതുബയിൽ പഠിപ്പിച്ച് സംസാരിച്ചതാണ്. നമ്മൾ റമദാനിന്റെ പകലിൽ ആരും നമ്മളെ കാണാനില്ല എങ്കിൽ പോലും ഒരു കഷ്ടം ചോക്ലേറ്റിന്റെ ടേസ്റ്റ് മനഃപൂർവ്വം നമ്മൾ ഇറക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അല്ലാഹുവിനെ ഭയന്നുകൊണ്ടാണ്. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച എന്തൊക്കെ നിരോധനങ്ങളുണ്ടോ, അവൻ വർജിക്കാൻ വേണ്ടി കൽപ്പിച്ച എന്തൊക്കെ വർജിതമായ സംഗതികളുണ്ടോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ A to Z വർജിച്ച് അല്ലാഹു കൽപ്പിച്ച മുറപ്രകാരം ജീവിക്കുമ്പോഴാണ് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ കാര്യമാണ്, തഖ്വ എന്ന് പറയുന്നത് പകലിൽ നോമ്പ് നോൽക്കൽ മാത്രമല്ല, രാത്രി നിസ്കരിക്കലല്ല. പകല് നോമ്പ് രാത്രി നിസ്കാരം, പകല് നോമ്പ് രാത്രി നിസ്കാരം, ഇതിങ്ങനെ മാറി മാറി ചെയ്യലല്ല തഖ്വ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് പരിപൂർണമായി വർജിക്കലാണ്, പരിപൂർണമായി ഉപേക്ഷിക്കലാണ്. കേവലം കാട്ടിക്കൂട്ടലുകളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കൽപ്പനകൾ എന്തൊക്കെയുണ്ടോ അത് നിറവേറ്റല്ല. അതെ, പിന്നെയും ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകപ്പെടുന്നെങ്കിൽ അത് നന്മയിലേക്ക് വീണ്ടും നന്മ ലഭിച്ചതാണ് എന്ന് പറഞ്ഞ ഇബാദത്തിന്റെ എല്ലാ അടയാളങ്ങളും മനുഷ്യനിലുണ്ട്. പക്ഷെ അയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അയാളുടെ പ്രവർത്തനത്തിൽ ചതിവും വഞ്ചനയുണ്ട്, തട്ടിപ്പുണ്ട്, പെട്ടെന്നുള്ള കോപമുണ്ട്, ഭാര്യയോടും മക്കളോടും സംസാരിക്കുന്ന മര്യാദക്ക് സംസാരിക്കാനേ അറിയില്ല. അയൽവാസിനെ കാണുമ്പോൾ മുഖം കഴുകി കുനിച്ചിട്ടാണ് അയാൾ പോക്ക്. ഇങ്ങനെയൊക്കെയുണ്ട്. എന്ന വലിയ നിസ്കാരത്തെ കൊണ്ട് മകൾ നോമ്പ് നിൽക്കുന്നതാണ്. എന്താ മനസ്സിലാക്കേണ്ടത്? തെക്കുവ എന്ന കാര്യത്തിലേക്ക് അയാൾക്ക് പ്രവേശിച്ചിട്ടില്ല. അപ്പൊ തെക്കുവ ഉണ്ടോ ഇതൊക്കെയും ഉണ്ടാകും, മറ്റു രൂപത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ തെക്കുവയെ നമ്മളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിച്ച മാസമാണ് റമളാൻ എന്ന് പറയുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രഗൽഭ സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, ഹറാമായ ഒരു ദാനിക്ക് ഒരു ദിർഹമിന്റെ 6 അത് ഒഴിവാക്കുകയാണ് 1,00,000 അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്നതാണ്. എന്ന് പറഞ്ഞാൽ പുറമേ കാണാൻ വേണ്ടി ഒരുപാട് ചെലവഴിക്കും, ധാരാളം സമ്പത്ത് ചെയ്യും. പക്ഷെ അയാളുടെ ജീവിതത്തിൽ ഹറാമുണ്ടാവും എങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് ചെലവഴിക്കുന്നല്ല അവിടെ നിർത്തി ഹറാമായ കാര്യം അത് ഉപേക്ഷിക്കലാണ്. അത് നിസാരമായ കാര്യമായിരിക്കും. ചിലപ്പോൾ മൊബൈൽ ഫോണിൽ കണ്ട് ആസ്വദിക്കുന്ന വൃത്തികളായിരിക്കാം, അതങ്ങ് ഉപേക്ഷിക്കാം. എന്നിട്ട് മറ്റു കർമ്മങ്ങൾ പരിപോഷിപ്പിക്കാം. അതാണ് തഖ്വയുടെ അടിസ്ഥാനമെന്ന് മഹാന്മാരായ സഹാബികളൊക്കെ വിശദീകരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞത് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് സംശയാസ്പദമായ ഒരു ദിർഹം വേണ്ടെന്ന് വെക്കലാണ് 6,00,000 ദാനം ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. 6,00,000 ദാനം ചെയ്യുന്നതിനേക്കാൾ സംശയാസ്പദമായ ഒരു വസ്തു ഇത് ചെയ്താൽ അത് ചിലപ്പോൾ ഹറാമിലേക്ക് പോകും. ഇത് വാങ്ങിയാൽ അയാൾക്കത് തൃപ്തി ഉണ്ടാവില്ല, ചിലപ്പോൾ അത് ഹറാമിലേക്ക് പോകും. ഇങ്ങനെ സംശയാസ്പദമായ വസ്തുക്കൾ പോലും വേണ്ടെന്ന് വെക്കലാണ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും സൂക്ഷിക്കുന്ന വശമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ബേജാറായിട്ട് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ എന്താണ് ആകെ ഒരു ബേജാറ് പോലെ ടെൻഷൻ പോലെ? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഇന്നി വജദ്തു തഹത ജൻബി തംറത്തൻ ഫഅകൽതഹാ എന്റെ പാർശ്വത്തിന്റെ അടിഭാഗത്തോട്ട് ഒരു ഈത്തപ്പഴം കിട്ടി, അത് ഞാനങ്ങ് തിന്നുപോയി. എനിക്ക് തിന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അത് സദക്കയുടെ ഇനത്തിൽപ്പെട്ട ഈത്തപ്പഴം എന്റെ വീട്ടിൽ അവിടെ കൂമ്പാരമായിട്ട് കുന്നുകൂടിയിട്ടുണ്ടല്ലോ, അതിന്റെ ഇനത്തിൽപ്പെട്ട ഒരു ഈത്തപ്പഴമാണോ ഞാൻ കിടക്കുന്ന അടിഭാഗത്തേക്ക് വന്നത് എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതോർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറാകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വകാന ഇന്ദിനാ തംറു മിൻ തംരി സദഖത്തിൻ ഫഖശീതു അൻ തകൂന മിൻ, ഞാൻ വിചാരിക്കുന്നത് അതിൽ പെട്ടുപോകുമോ, ഞാൻ കഴിച്ചതിൽ പെട്ടുപോകുമോ, ഈ ഒരു ബേജാറ്, ഈ ഒരു പേടി. സഹോദരന്മാരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ 3 കാര്യങ്ങളിലേക്കാണ് റമളാൻ വന്നത്. ഒന്ന്, നമ്മൾ അല്ലാഹുവിന് വേണ്ടി നന്ദി കാണിക്കാൻ. രണ്ടാമത്, നമ്മുടെ ഈമാനോട് കൂടി പ്രവേശിക്കാൻ, ഈമാൻ ശരിയാക്കി പ്രവേശിക്കാൻ. മറ്റൊന്ന്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് സൂക്ഷ്മമായ ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു പരിശീലന കളരിയുമായിട്ടാണ് ഈ റമളാൻ നമ്മളിലേക്ക് പ്രവേശിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വശങ്ങൾ മനസ്സിലാക്കി റമളാനിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികളാകാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന പ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, സാധാരണ മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
പ്രത്യേകമായൊരു പ്രകൃതിയിലാണ് റമദാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമാക്കിയത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാം, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ സുഫിദത്തു ശയാതീൻ വ മറദത്തുൽ ജിൻ. റമദാന്റെ ആദ്യ രാത്രിയിൽ തന്നെ പിശാചുക്കളും ധിക്കാരികളായ ജിന്നുകളും ചങ്ങലക്കിടപ്പെടും. വഗുല്ലിക്കത്ത് അബ്വാബുൻ നാർ, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഖു മിൻഹാ ബാബുൻ, അതിൽ നിന്ന് ഒരു വാതിൽ പോലും തുറക്കുകയില്ല. വഫുത്തിയത്ത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും. ഫലം യുഖ്ലഖു മിൻഹാ ബാബ്, അതിൽ നിന്ന് ഒരു വാതിലും അടക്കപ്പെടുകയില്ല. അതായത് പിശാചുക്കളെ കെട്ടിയടക്കപ്പെടും. സുഫിദത്തു ശയാതീൻ എന്ന് പറഞ്ഞാൽ എന്താ? മാരക പ്രഹരശേഷിയുള്ള പിശാചുക്കളെ കെട്ടിയടക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ ഷറയിൽ കാണാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തിന്മകളിലേക്ക് വഴുതിപ്പോകാതിരിക്കാനുള്ള പ്രേരണ നൽകുന്ന ഘടകങ്ങളൊക്കെ അവരിൽ നിന്നത് മാറ്റി നിർത്തപ്പെടും. സുഫിദത്തു ശയാതീൻ വ മറദത്തുൽ ജിൻ, ഇവിടെ പിശാചുക്കൾ ബന്ധിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ശൈത്താന്മാരുടെ ശക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു മാസം കൂടിയാണ് മാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് സത്യവിശ്വാസികളെ സംബന്ധിച്ച് ആവേശം നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നോമ്പ് കൊണ്ട് നരകം നമ്മളിൽ നിന്ന് വിദൂരമാകും. അതിന്റെ ഫضലുകൾ ഒരുപാടുണ്ട്. പലരും ജോലി പറഞ്ഞ്, പണി പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും കൂലിപ്പണി പറഞ്ഞ് നോമ്പുകൾ ഒഴിവാക്കുന്നതായി കാണാൻ സാധിക്കും. എന്നിട്ട് അവിടെയും ഇവിടെയും പതുങ്ങിയിട്ട് വീട്ടിൽ നിന്നോ മറ്റോ കൊണ്ടുവന്ന വസ്തുക്കളെ ഭക്ഷിക്കും, കാണാതെ ഭക്ഷിക്കാൻ വേണ്ടി നോക്കാം. ഇതൊന്നും ഒരു ഒഴിവില്ല സഹോദരന്മാരെ, വളരെ ഗൗരവമുള്ള ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഏതെങ്കിലും ജോലി, പണി, കൂലി, അതുപോലെ തന്നെ ഭൗതികമായ എന്തെങ്കിലും തിരക്ക്, ആ തിരക്കൊക്കെ പറഞ്ഞ് നോമ്പിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഗതികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് നോക്കുന്നത് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജഹു അനിന്നാരി സബീന ഖരീഫ, അത് മുഖേന അവന്റെ മുഖം നരകത്തിൽ നിന്ന് 70 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റുമെന്നാണ്. ഒരാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഈമാനോടെ ഇഹ്തിസാബോടുകൂടി നോമ്പ് നോറ്റാൽ 70 വർഷക്കാലം അവന്റെ മുഖം നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിക്കൊണ്ടല്ലാതെ അയാൾ നോമ്പ് നിൽക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവുമായിട്ട് ചേർത്ത് പറഞ്ഞതാണ് നോമ്പ്, മറ്റൊന്നും അത് അവകാശപ്പെടാനില്ല. നിസ്കാരം എന്റെ നിസ്കാരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാഖത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പള്ളികളെ പറ്റി ഷഹറുല്ലാഹ്, മുഹറം മാസത്തെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോമ്പിനെ പറ്റി പറഞ്ഞപ്പോ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതറിയോ? അസ്സൗമു ലീ, നോമ്പെന്റേതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. ഞാൻ കാരണത്താലാണ് അവൻ എന്നെ ഭയന്നുകൊണ്ടാണ് ഒന്നും കഴിക്കാതിരുന്നത്. അവർ ചിലപ്പോൾ ഭക്ഷിക്കാനുള്ള അവസരങ്ങളുണ്ട്, പക്ഷെ എന്നെ പേടിച്ചുകൊണ്ടാണ് അവൻ ഒന്നും ഭക്ഷിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അപ്പൊ അതിന്റെ മഹത്വമാണ്. എങ്ങനെയാണ്? സാധാരണ പ്രകൃതിയിലുള്ള ആരാധന വസ്തുക്കളെ പോലെയല്ല, അല്ലെങ്കിൽ ആരാധന സമ്പ്രദായങ്ങളെ പോലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, കുല്ലു അമലിൻ ഇബ്നി ആദം യുളഅഫുൽ ഹസനതു അശ്റ അംസാലിഹ, ഓരോ ആദമിന്റെ മകനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് 10 മുതൽ 700 വരെ ഇരട്ടിയാണ്. 10 മുതൽ 700 വരെ ഇരട്ടിയാണ്. എന്നാൽ ഇല്ല സൗം, നോമ്പൊഴികെ, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. എന്നാൽ മറ്റുള്ള ആരാധന പോലുള്ള സമ്പ്രദായങ്ങളോ മറ്റു രീതികളോ അല്ല നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. കണക്കില്ലാത്ത പ്രതിഫലമാണ്. ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും തഖ്വയിൽ അധിഷ്ഠിതമായി ഒരാൾ നോമ്പ് നോറ്റാൽ അയാൾക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അത് കണക്കില്ലാത്തതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലൈക ബിസ്സൗം, അലൈക ബിസ്സൗം, നിങ്ങൾക്ക് നോമ്പുണ്ട്, ഫഇന്നഹു ലാ മിസ്ല ലഹു, അതുപോലെ മറ്റൊന്നില്ല. നോമ്പ് പോലെ വേറൊരു സംഗതിയിൽ അത് മുറുകെ നിങ്ങൾ പിടിക്കുക. അതാ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. അതുപോലെ തന്നെ നോമ്പിനെ പറ്റി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്. ഫലാ യർഫുസു വലാ യജ്ഹൽ, അതുകൊണ്ട് അവിവേകം കാണിക്കരുത്, അനാവശ്യമായ വർത്തമാനം പ്രവർത്തിക്കരുത്, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ സംസാരിക്കരുത്.
നിങ്ങളോട് ആരെങ്കിലും ഷണ്ട കൂടാൻ വന്നു, നിങ്ങൾ ആരെങ്കിലും ഒരു പ്രശ്നത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് അങ്ങോട്ട് പറയട്ടെ. നോമ്പുണ്ട് ഇതിൽ പ്രത്യേകമായൊരു കോപം, നോമ്പുണ്ട് ഇതിൽ പ്രത്യേകമായൊരു ദേഷ്യം, അങ്ങനെയല്ല. നിങ്ങളുടെ ആരോടെങ്കിലും ഇങ്ങോട്ട് ഷണ്ടക്ക് വന്നാൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? ഞാനിതാ നോമ്പുകാരനാണ്, ഞാനിതാ നോമ്പുകാരൻ. കാരണം നോമ്പ് എന്നുള്ള പരിചയമാണ്. അതായത് എല്ലാ തെറ്റിഷ്ടങ്ങൾക്കും, എല്ലാ തോന്നിവാസങ്ങൾക്കും, എല്ലാ വൃത്തികേടുകൾക്കും, സകല ഹറാമുകളുടെയും ദേഹേച്ഛകളെയും തടുക്കുന്ന ഒരു പരിചയമാണ് നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദൗ ഖൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ അനാവശ്യമായ വർത്തമാനങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും അയാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിർബന്ധവുമില്ല അയാൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണം എന്ന കാര്യത്തിൽ അല്ലാഹുവിന് ഒരു നിർബന്ധവുമില്ല. നോമ്പ് നോറ്റുകൊണ്ട് അയാളുടെ അനാവശ്യമായ വർത്തമാനവും മറ്റു വൃത്തികേടുകളും തോന്നിവാസങ്ങളും പറ്റിക്കലും കോപങ്ങളും അതുപോലെ തന്നെ എല്ലാ വൃത്തികേടുകളും അയാൾക്കുണ്ടെങ്കിൽ അല്ലാഹുവിന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്ന കാര്യത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മനഃപൂർവ്വമായി നാം ഇടപെടണം. നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് സംസാരിച്ചാൽ വേറെ എന്തെങ്കിലും വന്നു പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഇടപെട്ടാൽ വേറെ ഏതെങ്കിലും പ്രവർത്തിക്കുന്ന രീതിയാണ്. ഈ സൗം എന്ന വാക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സമത എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. ഇപ്പൊ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇന്നി നദർതു ലിറഹ്മാനി സൗമാ, റഹ്മാന് വേണ്ടി പരമകാരുണ്യത്തിന് വേണ്ടി ഞാനിതാ സൗമ് നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ അവിടെ മിണ്ടാതിരിക്കാൻ. ഈ സൗമിൽ നിന്നാണ് നമ്മൾ ഇന്ന് പറയുന്ന നോമ്പ് എന്നതിന്റെ രംഗപ്രവേശം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെ രീതിയിലുള്ള വൃത്തികെട്ട സംസാരങ്ങളുണ്ടോ, മോശമായ പ്രവർത്തനങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളിലും മാറി നിന്ന് ഈമാനോട് കൂടി നോമ്പിലേക്ക് പ്രവേശിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് അല്ലാഹുവിന്റെ സിക്റുകൾ ചെയ്ത് ഖുർആൻ പാരായണങ്ങൾ നടത്തി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നോമ്പുകാരായി തീരാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. കാരണം എപ്പോഴാണ് നമ്മുടെ അവസാനമായ നിമിഷം ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചാൽ അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാകാൻ വേണ്ടി നമ്മളിൽ പ്രവേശിപ്പിക്കുന്ന പല രൂപത്തിലുള്ള സുന്നത്തുകളുണ്ട്. ഇതാണ് നമ്മൾ നിസ്കാരങ്ങൾ, പല കാര്യങ്ങൾ. അതുപോലെയുള്ളതാണ് നോമ്പ്. അതിനെ സജീവമാക്കുക, അതിനെ ഗൗരവത്തോടെ ഏറ്റെടുക്കുക. രാത്രി നിസ്കാരത്തിന് പ്രത്യേകമായി ശുഷ്കാന്തി കാണിക്കുക, ഖുർആൻ പാരായണത്തിന് താല്പര്യം കാണിക്കുക. നടന്നു പോകുമ്പോഴും ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ഏത് രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്റുകൾ മുഖരിതമാക്കി നമ്മുടെ നാവ് നനച്ചുകൊണ്ടിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നീ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയ വിശുദ്ധ ഖുർആൻ 3-1 പറയുന്നത് തൗഹീദാണ്. അല്ലാഹുവിനെ മാത്രം അവന്റെ ഇബാദത്തുകൾ, റുബൂബിയത്തുകൾ, അസ്മാ വ സിഫാത്തുകൾ അവനിലേക്ക് മാത്രം പരിമിതപ്പെടുത്തണമെന്ന മഹത്തായ സന്ദേശമാണ്. മറ്റു പലതും പഠിക്കാൻ വേണ്ടി പഴയ കാലത്ത് നോക്കി, ഖുർആൻ മാത്രം പഠിച്ചില്ല. അതായിരുന്നു നമ്മുടെ അവസ്ഥ. എന്നാൽ ഇന്ന് ഖുർആനിക കാര്യങ്ങൾ വാലുകളിലും പ്രസംഗങ്ങളിലേക്കും അത് ഉദ്ധരിക്കാനുള്ള ഒരു കെൽപ്പ് പണ്ഡിതന്മാർക്ക്, അത് ഏത് വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരായാലും അത് നൽകിയത് ഇവിടെ കേരളക്കരയിലൊക്കെ പ്രവർത്തിച്ച തൗഹീദിന് വേണ്ടി പണിയെടുത്ത മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, തൗഹീദ് പഠിക്കുക, സുന്നത്തിനെ പറ്റി മനസ്സിലാക്കുക, സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹങ്ങൾ കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത മതത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെ പുഴുക്കുത്തുകളുണ്ടോ, വിദഗ്ധത്തുകളുണ്ടോ അതൊക്കെ പരിപൂർണമായി വർദ്ധിച്ചുകൊണ്ട് ജീവിക്കുക. അനാവശ്യമായിട്ടുള്ള ദൂർത്തുകളും അതുപോലെ തന്നെ ആർഭാടങ്ങളും പൊങ്ങച്ചങ്ങളും ഈ സിയാറത്ത് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന അതുപോലുള്ള സന്ദർശനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, റബ്ബേ, യാ ഇലാഹ്, അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത എല്ലാ മാരക രോഗങ്ങളെ തൊട്ടും നമ്മളോട് അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, പെട്ടെന്നുണ്ടാക്കുന്ന മരണങ്ങൾ
വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ അല്ലാഹുവേ എന്നിവയ്ക്ക് തൊട്ട് ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ നമ്മുടെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യക്കീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാക്കി നമ്മളെ വലിയ മാറ്റി തീർക്കണമേ. അല്ലാഹുവേ നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും മക്കളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യസൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ നാളെ സ്വർഗത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയൽവാസിയായി ലഭിക്കാനുള്ള ഉത്തമമായ മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.